ശ്രീ ജോസ് കെ മാണി, താങ്കൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ പഞ്ചായത്ത്, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എത്രത്തോളം തൃപ്തരാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിന് എന്നെ പ്രേരിപ്പിച്ചത് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ മലയോര കർഷകർ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആ മേഖലയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വന്യമൃഗ ശല്യം കാരണം ജീവിക്കാൻ കഴിയുന്നില്ല. ആ വിഷയം ഉയർത്തി ഇടതുമുന്നണിക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വനം വകുപ്പിനെതിരെ വലിയ സമരം, പ്രക്ഷോഭം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകാൻ കേരള കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഈ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടും ഇടത് സർക്കാരിൽ ഒരു മന്ത്രി കേരള കോൺഗ്രസിനുള്ളത് കൊണ്ടുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുമോ? നമ്മൾ പഴയ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു 5 വർഷമോ അതിന് മുമ്പിലുള്ള ഒരു 8 വർഷം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ പ്രശ്നത്തിൽ അതിലിടപെടുകയും അത് പാർലമെൻറ്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇടപെട്ടിട്ടുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ മെമ്പർ തോമസ് ചാഴികാടൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആത്യന്തികമായി ഈ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ ബില്ല് തന്നെയാണ്, ആ നിയമം തന്നെയാണ്. 1972 വനസംരക്ഷണ നിയമം. ആ നിയമം അന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിൽ ആ നിയമം രൂപപ്പെടുത്തിയപ്പോൾ ഒരിക്കലും ഒരു നിർവചനം കൊടുത്തില്ല. ആ നിർവചനം എന്താണ്? വന്യമൃഗത്തിനെ എവിടെയാണ് സംരക്ഷിക്കേണ്ടത്? വന്യമൃഗത്തിനെ വനത്തിനകത്ത് സംരക്ഷിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വന്യമൃഗം പുറത്തേക്ക് വന്നാലും സംരക്ഷിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് നിർവചനം കൊടുക്കാത്തതുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴും ആ വന്യമൃഗത്തെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കായി വന്നു. അത് ജനങ്ങളെ അല്ല സംരക്ഷിക്കുന്നത്, ആ നിയമം അങ്ങനെയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമുക്കൊരു സെൽഫ് പ്രൊട്ടക്ഷന് പോലും ഒരു വന്യമൃഗത്തിനെ നമ്മൾ ആക്രമിക്കുവാനോ അല്ല കൊലപ്പെടുത്തുവാനോ നമുക്ക് കഴിയുന്നില്ല. കൊലപ്പെടുത്തിയാൽ നമുക്കെതിരെ കേസാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എടുത്തു നോക്കിയാൽ എന്താണ് ഇവിടെ കാണുന്നത്? നമ്മൾ ഈ പറയുന്ന പരിസ്ഥിതിയുടെ കാര്യം പറയുമ്പോഴും, അല്ലെങ്കിൽ ബഫർ സോണിൻ്റെ കാര്യം പറയുമ്പോഴും, അല്ലെ പട്ടയത്തിൻ്റെ കാര്യം പറയുമ്പോഴും, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ വനത്തിൻ്റെ ആയി ബന്ധപ്പെട്ടാണ്. വനത്തിൻ്റെ വിസ്തീർണം കൂട്ടണം. അതാണ് ഇന്ന് ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി മന്ത്രാലയം അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഏറ്റവും വലിയ ശ്രമം ഇവിടെ നമുക്ക് ആ കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമാണ്. ഇന്ന് ആഗോള ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് അവർ ഓൾറെഡി ഈ അറ്റ്മോസ്ഫിയറെല്ലാം നശിപ്പിച്ചു. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസ് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വനം കൂട്ടണം. അതിനുള്ള ചിലപ്പം ലോബിയിങ് കാണും, അതിനകത്തുള്ള ഫണ്ട് കാണും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം, ഈ കൊച്ചു സംസ്ഥാനത്ത് 38,000-ഓളം സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള വിസ്തീർണമുള്ള ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കേരളമാണ്. അതിൻ്റെ കണക്കുകൾ കൃത്യമാണ്. അതൊരു 26% ഉണ്ട്. പക്ഷേ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വിലയിരുത്തുന്നത് എത്രമാത്രം വനാവരണമുണ്ട്, ഫോറസ്റ്റ് കവറുണ്ട്, വൃക്ഷാവരണമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അതിൻ്റെ ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്ക് വെക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ആന്ധ്ര, കർണാടക, ഇപ്പോൾ തമിഴ്നാട്. ശ്രീ ജോസ് കെ മാണി, അത് നമുക്കറിയാം, അതൊരു വേറൊരു വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേക സവിശേഷ സാഹചര്യം. കേരളത്തിൽ വനം വകുപ്പ് സ്വീകരിക്കുന്നതും ഇതേ നിലപാട് തന്നെയാണല്ലോ. അപ്പോൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും കേരള കോൺഗ്രസ്?